എല്ലാവർക്കും ഒരു നല്ല സന്ധ്യാവന്ദനം നേരുന്നു. ഇന്ന് നാളെയും കൂടെ നമുക്ക് 24 സന്ധ്യാവന്ദനം നേരാൻ ഒക്കത്തുള്ളൂ. ഗുഡ് ഈവനിങ് പറയാൻ പറ്റും. ഒരു ദിവസം കൂടെ കഴിയുമ്പോൾ ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ശ്രീ ടി എ രവീന്ദ്രനാഥൻ, നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ്, സ്വാഗതം ആശംസിച്ച സെക്രട്ടറി ശ്രീ കെ എം ബാലേന്ദ്രൻ, അതുപോലെ തന്നെ നമ്മുടെ ഉദ്ഘാടനം നിർവഹിച്ച അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ MLA, അതുപോലെ തന്നെ നമ്മുടെ ആശംസകൾ നേരുന്ന ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട പഞ്ചായത്ത് മെമ്പർ പി എസ് ഉഷകുമാരി, ശ്രീ കെ എം രാധാകൃഷ്ണപിള്ള, ഡോക്ടർ കെ എം മനോജ്, അതുപോലെ തന്നെ ഈ സദസ്സിലും ഇവിടെ എല്ലാം ഭൂഷിതരായിരിക്കുന്ന ശ്രീ കെ ആർ സുകുമാരൻ നായർ, ശ്രീ കെ അനിൽകുമാർ, റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ, അസോസിയേഷൻ മെമ്പേഴ്സ്. ഞാനൊരു പ്രസംഗിയൊന്നുമല്ല കേട്ടോ, ചുമ്മാ പറഞ്ഞെന്നുള്ളൂ. എനിക്കൊന്നാതെ സത്യം പറഞ്ഞാൽ പ്രസംഗിക്കാൻ ഇഷ്ടമില്ല. അത് കുറേ നാളായിട്ട് ഞാൻ ഈ പ്രസംഗത്തെ അങ്ങ് വെറുക്കുക. കാരണം നമ്മുടെ പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ സാധിക്കാത്ത ഒരു കാര്യം പ്രസംഗിച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പൊ പിന്നെ ഞാൻ ഈ കുപ്പായും തൊപ്പിയൊക്കെ വെച്ച് നടക്കുന്നതിന് യാതൊരു അർത്ഥവും ഇല്ല എന്ന് തോന്നിയ ഒരു കാലത്താണ് പ്രസംഗം ഒരു കലയാണ്. ആ ഒരു കലയൊന്നും എനിക്കില്ല. മറ്റൊന്ന്, എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ പറയാൻ എളുപ്പമാണ്, പ്രവർത്തിക്കാൻ വളരെയധികം വിഷമമാണ്. അതുകൊണ്ട് ഈ പ്രവൃത്തിയില്ലാത്ത പ്രസംഗത്തെ ഞാൻ കുറെ നാളായിട്ട് വെറുക്കുന്നത് കൊണ്ടാണ് ഞാൻ പ്രസംഗിക്കാറില്ല എന്ന് പറഞ്ഞു. ഒരു പുരോഗതി എന്നുള്ള നിലയിൽ ആ സമൂഹത്തോടൊരു വലിയ കടപ്പാട്, ഉത്തരവാദിത്വമുണ്ട്. കുറെയൊക്കെ അത് ചെയ്യാനായിട്ട് ഞാൻ ഈ കാലഘട്ടത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഉൾപ്പെടുന്ന ഒരു കൊച്ചു പള്ളിയുണ്ട് പത്തൊമ്പതും ദേറായിക്ക് പോകുന്ന വഴിക്ക്. അങ്ങനെ ആഗ്രഹിച്ചതിന്റെ വെളിച്ചത്തിൽ അതിന്റെ വാതിൽക്കൽ ഞാൻ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ പള്ളിയുടെ ചുറ്റുവട്ടത്ത് ആരും ഭക്ഷണമില്ലാതെ, മരുന്നില്ലാതെ, പാർപ്പിടമില്ലാതെ, വസ്ത്രമില്ലാതെ ജീവിക്കാൻ പാടില്ല. അതിന്റെ ചുറ്റുപാടോടെങ്കിലും എനിക്കൊരു കടപ്പാട്, ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള ഒരു ബോധ്യത്തിൽ കുറെ നാളുകളായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, എന്തെങ്കിലും പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അത് പ്രവൃത്തിയിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പ്രസംഗിക്കരുതെന്നൊരു ബോധ്യമുള്ളതുകൊണ്ട് അപ്പൊ ചുറ്റുപാടുള്ളവർക്ക് ആ പള്ളി ഒരു ആശ്രയമാണ്. അങ്ങനെ ചിന്തിക്കാൻ കാര്യം, ഓരോ പള്ളികളും അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർ കാണും. ചികിത്സിക്കാൻ നിർവാഹമില്ല, പഠിപ്പിക്കാൻ നിർവാഹമില്ല, മരുന്ന് മേടിക്കാൻ നിർവാഹമില്ല എന്ന് അവിടെയുള്ള ഈശ്വരനോട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ഭഗവാനോ ക്രിസ്തുവോ ഒന്നും സ്വർഗത്തിൽ നിന്ന് കെട്ടിയിറക്കി താഴോട്ട് കൊടുക്കത്തില്ല. അപ്പൊ പിന്നെ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ക്രിസ്തുവിന്റെ അല്ലെ ഭഗവാന്റെ കൈകളായി മാറണം. ഈ ഒരു ചിന്തയാണ്, ഈ ഒരു ബോധ്യം എനിക്കുണ്ടായി. അപ്പൊ ഞാൻ അവിടെ വീഴുന്ന പൈസ എടുത്തെണ്ണി അവിടെ കെട്ടിടങ്ങൾ മോടി പിടിപ്പിക്കാനോ വീണ്ടും കെട്ടിടങ്ങൾ പണിയാനോ അല്ലെങ്കിൽ അവിടെയുള്ളവർക്ക് പൊട്ടടിക്കാനോ ഉള്ളതല്ല എന്നൊരു ബോധ്യം. അതുകൊണ്ട് തന്നെ ആ പള്ളിക്ക് ഒരു ബാങ്ക് ബാലൻസും ഉണ്ടാകാൻ പാടില്ലെന്നൊരു ചിന്തയുണ്ടായി. ഈ കഴിഞ്ഞ ക്രിസ്മസിനാണെങ്കിൽ അതിന് ചുറ്റുപാടുമുള്ള ഏതാണ്ട് 300ഓളം കുടുംബങ്ങൾക്ക് നമ്മൾ ക്രിസ്മസ് വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ചിക്കനും അപ്പവും ബിരിയാണിയൊക്കെ 2000 രൂപ വില വരുന്ന കിറ്റുകൾ നമ്മൾ കൊടുക്കുകയുണ്ടായി. അപ്പൊ ഇതൊക്കെ ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ ക്രിസ്തുവിന്റെ കരമാകാൻ വിളിക്കപ്പെട്ടവനാണ് ഞാൻ എന്നൊരു ചിന്തയിലാണ് എനിക്ക് എങ്ങനെ ഉണ്ടായത്. ഒരു പള്ളിയുടെ മുന്നിൽ ഒരു ക്രിസ്തുവിന്റെ പ്രതിമയുണ്ടായിരുന്നു. ആ പ്രതിമ ഒരു ദിവസം താഴെ വീണു, അതിന്റെ ഒരു കൈ ഒടിഞ്ഞുപോയി. അപ്പൊ എല്ലാവരും കൂടെ പൊതുയോഗം ചേർന്ന് പറഞ്ഞു, നമുക്ക് അതിമനോഹരമായ ഒരു ക്രിസ്തുവിന്റെ രൂപം ഇവിടെ പണിത് വെക്കണമെന്ന് അവർ തീരുമാനിച്ചു. അപ്പൊ പള്ളിയിലെ അച്ഛൻ പറഞ്ഞു, ക്രിസ്തുവിന്റെ രൂപത്തിന് ഒരു കൈ ഇല്ല എന്നൊരു കുഴപ്പമുള്ളൂ, ഇത് തന്നെ അവിടെ വെക്കണം. ഇനി മുതൽ ക്രിസ്തുവിന്റെ ആ കൈ ആരാകണം? നിങ്ങളാകണം, ഞാനാകണം. അതുകൊണ്ട് ക്രിസ്തുവിന്റെ കൈകളാകാൻ, അല്ലെ ഭഗവാന്റെ കൈകളാകാൻ, ദൈവത്തിന്റെ കൈകളാകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ എന്നൊരു ബോധ്യം. ഈ ക്രിസ്മസിന് വിഭവങ്ങൾ കൊടുത്ത കൂട്ടത്തില് ഞങ്ങള് മുണ്ടക്കയത്തിനപ്പുറം ഒരു
ഒരു ഊരുണ്ട്, ഒത്തിരി ദരിദ്രരായ ആളുകൾ താമസിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ ഒരു വാട്സാപ്പ് കൂട്ടായ്മയില് അവരെല്ലാ മാസവും അവിടെയുള്ള ഒരു 40 കുടുംബങ്ങളിൽ പലചരക്ക് സാധനങ്ങൾ എത്തിക്കാറുണ്ട്. ഒരു 280 വീടുകളുണ്ട് ആ പ്രദേശത്ത്. എന്നാൽ ഈ 40 കുടുംബങ്ങൾക്ക് ഒത്തിരി പട്ടിണിയുള്ള കുടുംബങ്ങളാണ്, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുടുംബങ്ങൾ. ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ അവര് എല്ലാ മാസവും അവിടെ പലചരക്ക് സാധനം എത്തിക്കുന്നുണ്ട്. ക്രിസ്മസിന്റെ വിഭവങ്ങളുമായിട്ട് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കണ്ട ഒരു സങ്കടകരമായ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, ഒരു വലിയ കേക്ക് ഒക്കെ ആയിട്ടാ പോയെ. ആ കേക്ക് അങ്ങോട്ട് കൊണ്ട് വെക്കുകയും അവിടെയുള്ള പിള്ളേരെല്ലാം കൂടെ വന്ന് അത് ഇങ്ങനെ അള്ളിപ്പറിച്ചെടുത്തുകൊണ്ട് പോയ ഒരു കാഴ്ച. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഞാനും ഇങ്ങനെ കേക്കൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ അന്നൊക്കെ ഒരു കോഴിയെ കൊല്ലുന്നത് ഒന്നുകിൽ പെരുന്നാളിൽ, അല്ലെ ആരെങ്കിലും ഒരു ഗസ്റ്റ് വരുമ്പോൾ അവർ കോഴിയെ ഓടിച്ചിട്ട് പിടിച്ച് കൊന്ന് കറി വെച്ച് അവര് കൂട്ടിയുടെ മിച്ചം നമ്മളൊക്കെ അന്ന് കൂട്ടിക്കൊണ്ടിരുന്നത്. ഇന്ന് കോഴിയെന്നോ മീനെന്നോ ഒക്കെ പറഞ്ഞാൽ നമ്മുടെ പിള്ളേർക്ക് ഒരു പുതുമയൊന്നും അല്ല. അപ്പം ഉണ്ടാക്കുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പെരുന്നാളിന് ഞങ്ങളുടെയൊക്കെ വീട്ടില് അന്ന് അപ്പം ഉണ്ടാക്കുന്നത്. മാക്സിമം കൂടി വന്നാൽ ഞായറാഴ്ച അയച്ചിര പോത്തു മേടിക്കും, ദോശ ഉണ്ടാക്കും. ഇതിൽ കവിഞ്ഞ വിഭവങ്ങളൊന്നും അന്നൊന്നുമില്ല. ഇന്ന് നമ്മുടെ പിള്ളേര് വളരെ സമൃദ്ധിയിൽ കഴിയുമ്പോൾ ഞാൻ കണ്ട കാഴ്ച, നിക്കർ കീറിയ വള്ളിയുള്ള ബനിയനിട്ട ആ പ്രാകൃത രൂപത്തിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾ, ഊരിലെ കുഞ്ഞുങ്ങൾ ഓടി വന്ന് ഈ കേക്കിനെ അള്ളിപ്പറിച്ച് എടുത്ത് വായി വെച്ച് അവർ കൊണ്ടുപോകുന്നൊരു കാഴ്ചയുണ്ടായി. അത് കഴിഞ്ഞ് ഞങ്ങൾ ആ അവിടെയുള്ള 40 വീടുകളിൽ ഈ ക്രിസ്മസ് കിറ്റ് കൊടുത്തു. അപ്പൊ ഞങ്ങൾ ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലോട്ട് ഇറങ്ങിയപ്പോ ഒരു അപ്പച്ചൻ പറയുക, അതെ ആ അച്ഛൻ കൊണ്ടുവന്നതിനകത്ത് കോഴി ഉണ്ടടി, നീ കോഴിയൊക്കെ എടുത്ത് കറി വെച്ചേ. അപ്പൊ അതിനെയൊക്കെ എത്ര ഒരു സന്തോഷത്തോടെ അവർ കാണുന്നെന്ന് ഞാൻ ഓർക്കുക. നമ്മളൊക്കെ ഇന്ന് ഭയങ്കര സുഭിക്ഷതയിൽ ജീവിക്കുമ്പോൾ ചുറ്റുപാടുമുള്ളവരോട് നമുക്കൊരു കടപ്പാടുണ്ട്. ഒരച്ഛൻ എന്നുള്ള രീതിയിലല്ല, തീർച്ചയായിട്ടും ഈ ലോകത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും ഈ സമൂഹത്തിലൂടെ കടപ്പാടുണ്ട്. അത് പണം കൊണ്ട് മാത്രമല്ല. ഈ റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. പലയിടത്തും ഉണ്ടായി പൊട്ടി പൊളിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇത് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, തൊട്ടടുത്ത് ആരാ താമസിക്കുന്നത് പോലും അറിയാൻ പാടില്ലാത്തൊരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയാണ് ഈ റെസിഡൻസ് അസോസിയേഷന്റെ മൂല്യം ഇത്ര മൂല്യമുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമുക്കൊന്നും സമയമില്ല, നമുക്കൊന്നും സംസാരിക്കാൻ സമയമില്ല. അപ്പോഴാണ് ഇങ്ങനെയുള്ള ഈ കൊച്ചു കൂട്ടായ്മകളിലൂടെ നമുക്ക് നമ്മുടെ വീടുകളിലെ കാര്യങ്ങളൊക്കെ ഒന്ന് പരസ്പരം അറിയാനും, ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടോ, മരുന്ന് മേടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ, ഈ ഒരു ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും ഒക്കെ ഈ അസോസിയേഷനിൽ ഉണ്ടാകും. അവിടെ ഇനി ചെന്ന് നമ്മൾ കുറെ പണം കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവിടെ ഒന്ന് ചെന്നിരുന്നൊന്ന് ചേർത്ത് പിടിക്കാനും, ഞങ്ങളൊക്കെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ആശ്വാസത്തിന്റെ ഒരു വാക്ക് പറയാനും ഒക്കെ നമ്മുടെ ഈ അസോസിയേഷനിലൂടെ തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ ഈ 19 പള്ളിയോട് ചേർന്ന് ബ്ലോസം വാലി എന്ന് പറയുന്ന ഒരു ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ ഉണ്ട്. ഓട്ടിസം ഉള്ള പിള്ളേര്, ശാരീരിക മാനസിക ഭൗതിക പ്രശ്നങ്ങളുള്ള കുഞ്ഞുങ്ങൾക്ക് തെറാപ്പികളും അതുപോലെ കൗൺസിലിംഗ് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടി ആരംഭിച്ചതാണ്. ഒരു 2 വർഷമായി ആയുള്ളത് ആരംഭിച്ചത്. അതിനു മുമ്പ് അതൊരു സ്പെഷ്യൽ സ്കൂളായിരുന്നു. ഇന്ന് കുഞ്ഞുങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും തെറാപ്പി കൊടുത്ത് പരിഹരിക്കുന്ന ഒരു സ്ഥാപനം. അവിടെ ഇന്ന് കണ്ടുവരുന്ന ചില കാര്യങ്ങൾ മാത്രം, ഒരു പ്രസംഗമല്ല, ഇത് നിങ്ങളോടൊരു സാക്ഷ്യം പോലെ, ഒരു അനുഭവം പോലെ ഷെയർ ചെയ്യാന്നുള്ളതാണ്. ഇന്ന് കുഞ്ഞുങ്ങൾ അവിടെ വരുന്നതിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ നേരിടുന്ന പ്രശ്നം മൊബൈലിന്റെ ദുരുപയോഗമാണ്. നമ്മളൊക്കെ നോക്കി, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ അവധിയാണെങ്കിൽ അയൽവക്കത്തെ കുട്ടികളോട് കൂടി സാറ്റ് കളിക്കും, അല്ലെ ആഞ്ഞിലിയുടെ പുറത്ത് കയറും, അല്ലെ പേരയുടെ പുറത്ത് കയറും. അവിടെ കഞ്ഞിയും കറിയൊക്കെ കളിച്ചാ നമ്മൾ ജീവിച്ച്. ഇന്ന് 2 വയസ്സ് വരെ ഒരു കുട്ടിക്ക് നിങ്ങൾ മൊബൈൽ കൊടുക്കരുത്. കാരണം കുഞ്ഞിന്റെ ബ്രെയിൻ വളരുന്ന, ചെവി കേൾക്കുന്ന, കണ്ണ് കാണുന്ന സമയത്ത് ഇവൻ അല്ലെ ഇവൾ ഇത് കാണുമ്പോൾ അതൊരു വെർച്വൽ ഓട്ടിസത്തിലേക്കാണ് ഈ കുട്ടി പോകുന്നത്. 2-3 വയസ്സുള്ള കുഞ്ഞുങ്ങൾ, അത് ഒരു ഭയങ്കര പ്രതിസന്ധിയാണ് ഈ സമൂഹം നേരിടുന്നത്, നിങ്ങൾ ഓർക്കുക. അതുകൊണ്ട് 2 വയസ്സ് കഴിഞ്ഞ് 3 വയസ്സൊക്കെ കഴിഞ്ഞൊരു അല്പസമയം കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ കുഞ്ഞുങ്ങൾക്ക്, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ മൊബൈൽ കൊടുക്കരുത്. അതുപോലെ തന്നെ അവിടെ വരുന്ന
ഓരോ പ്രശ്നങ്ങളും. ഈ കഴിഞ്ഞ ദിവസം പേരൻസ് ഒരു 9 വയസ്സുള്ള ഒരു കൊച്ചിനെ കൊണ്ട് വന്നു. ആ കൊച്ചിനെ കൗൺസിലിംഗ് കഴിഞ്ഞപ്പോൾ പറയുക, തൊട്ടടുത്തുള്ള ഒരു 6 വയസ്സുള്ള പെൺകൊച്ചിനെ ലൈംഗികമായിട്ട് ഇവൻ പീഡിപ്പിച്ചു. 8 വയസ്സുള്ള ആൺകൊച്ചിനെ ഉണ്ടെന്ന് 6 വയസ്സുള്ള ഒരു പെൺകൊച്ചിനെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു. അപ്പൊ ഇതൊക്കെ ഇവര് കാണുന്നതും കേൾക്കുന്നതൊക്കെ എവിടെ നിന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട ചാണ്ടിയമ്മനൊക്കെ ഓർപ്പിച്ചതുപോലെ ഇന്ന് ഡ്രഗ്സും സെക്സും ഒക്കെ കുഞ്ഞുങ്ങളെ വല്ലാതെ തെറ്റായ പാതയിലേക്ക് നയിക്കുന്നുണ്ട് എന്നൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞു. അതുകൊണ്ട് പേരൻസ് വളരെ കരുതലുള്ളവരായിരിക്കണം. പണ്ടൊക്കെ നമുക്ക് ഗ്രാൻഡ് പേരൻസ് ആണ് കുഞ്ഞുങ്ങളെ ഭക്തിഗാനങ്ങൾ പഠിപ്പിക്കുകയും പ്രാർത്ഥനകൾ പഠിപ്പിക്കുകയും ഈശ്വരനാമം ജപിക്കാൻ പഠിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ വീട്ടിൽ വന്നാൽ എന്താ ഉപയോഗിക്കുന്നത്? നിങ്ങൾ മൊബൈലില്ല അല്ലേ? നമ്മളെല്ലാം മൊബൈലിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് വരുന്ന തന്നെ പിള്ളേരും മൊബൈലിലാണ്. അവരത് കണ്ട് അവരുടെ ജീവിതത്തെ അവരങ്ങ് ക്രമീകരിക്കുകയാണ്. അതിലുള്ള പലരെയും പോലെ ആകാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഇതൊരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നു, മൊബൈൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് ഒരു പരിധി വരെ കൊടുക്കരുത്. അത് വളരെ ദൂരവ്യാപകമായ പ്രതിസന്ധി നമ്മുടെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കും എന്നൊരു തിരിച്ചറിവ് മാത്രം ഓർമ്മയപ്പെടുത്തുകയാണ്. ദീർഘമായിട്ട് സംസാരിക്കേണ്ട ഒരു സമയമല്ല. ഇതൊരു കൂട്ടായ്മ സന്തോഷത്തിന് വേണ്ടി നമ്മളിവിടെ കൂടിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞ് നിങ്ങളെ ഇങ്ങനെ പേടിപ്പിക്കുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. കുഞ്ഞുങ്ങളിൽ നല്ല ശ്രദ്ധ ഉണ്ടാവണം. ആ ശ്രദ്ധ ഉള്ളപ്പോൾ തന്നെ നമ്മൾ മൊബൈൽ കണ്ടുകൊണ്ടിരുന്നിട്ട് നീ മൊബൈൽ മാറ്റി വെക്കടാന്ന് കൊച്ചിനോട് പറയുന്നതിനകത്ത് അർത്ഥമില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ അതിന്റെ ദുരുപയോഗം ഒന്ന് കുറച്ചിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ശാസിക്കാനും അവരെ നേർവഴിക്ക് നയിക്കാനും തീർച്ചയായിട്ടും സാധിക്കണം. ബ്ലോസം വാലി എന്ന് പറയുന്ന ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ ഓരോ ദിവസവും കടന്നു വരുന്ന കുഞ്ഞുങ്ങളിൽ 70% കുഞ്ഞുങ്ങളും ഇതുപോലെ വെർച്വൽ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളാണെന്നൊരു സത്യം ഞാൻ വെളിപ്പെടുത്തുകയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഓർപ്പിച്ചതേ ഉള്ളൂ. ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തിൽ നമുക്ക് ഒത്തിരി പരാജയങ്ങൾ ഉണ്ടായിരിക്കാം, ഒത്തിരി വിജയങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഒരു ധൈര്യം അതുണ്ടെങ്കിൽ നമുക്ക് 2025 ഒന്നും എഴുതാത്ത ഒരു ബുക്കാണ് നമ്മുടെ കയ്യിലേക്ക് തരുന്നത്. ആദ്യം മുതൽ എഴുതുന്നത് കുറച്ച് നല്ലതാണെങ്കിൽ മുൻപോട്ട് ഒരു വർഷത്തെ പേജുകൾ മുഴുവൻ നമുക്ക് നല്ലതായിട്ട് എഴുതി പോകാൻ പറ്റും. അതുകൊണ്ട് ഈ പുതിയ 2025 കഴിഞ്ഞ വർഷത്തെ പ്രതിസന്ധികളിൽ നിന്ന് കൂടുതൽ ആർജവം ഉൾക്കൊണ്ടുകൊണ്ട് നഷ്ടങ്ങൾ ഉണ്ടായ ഒരു വർഷമാകാം, പലരും നഷ്ടപ്പെട്ടു പോയ ഒരു വർഷം ഉണ്ടാവാം, പിണക്കങ്ങൾ കൂടുതലുണ്ടായ വർഷമാകാം. പക്ഷേ ഈ ഒരു വർഷം നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് നിർത്തലിന്റെയും കുറച്ച് നല്ല കരുതലിന്റെയും കുറച്ചുകൂടെ സ്നേഹവും കരുണയും ഒക്കെ ചുറ്റുപാടുള്ളവർക്കും കുടുംബത്തിലുള്ളവർക്കും കൊടുക്കാനായിട്ട് ഈ മൊബൈലൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് 2025 നമുക്ക് അതിന് ശ്രമിക്കാം. ക്രിസ്മസ് കഴിഞ്ഞ് ഈ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാവിധ നവവത്സര ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചൊല്ലുന്നു.